പ്രഗ്നൻസി കാർഡ് പോസിറ്റീവാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സർപ്രൈസ്ഡ് ആയിപ്പോയി. ഒരു മിനിറ്റ് സ്റ്റെക്കായി നിൽക്കുകയും ചെയ്തു അതിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. ഏട്ടൻ്റെ ബർത്ത്ഡേ എന്നാണ് ഞാൻ ഏട്ടന് കാർഡ് കാണിച്ചു കൊടുക്കുന്നത്. എൻ്റെ സെയിം അതേ അവസ്ഥ തന്നെയായിരുന്നു. ഏട്ടനും ഒരുപാട് സർപ്രൈസ്ഡ് ആയിപ്പോയി. പിന്നെന്താ, നല്ലോണം ഹാപ്പി ആവുകയും ചെയ്തു. അതിൻ്റെ ഇരട്ടി നല്ലൊരു വിഷമം, നല്ലൊരു സങ്കടം ഉണ്ടായൊരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം. ആ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു വിഷമം ഉണ്ടായൊരു ദിവസമായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള പോലും എൻ്റെ മൈൻഡിലില്ലാത്ത കുറേ ദിവസങ്ങളായിരുന്നു. ഒന്നും എന്താ പറയുക, ഞാനിപ്പോൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ലാസ്റ്റ് വോയിസ് ഓവറിൽ നിൽക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴും മൈൻഡ് ഒട്ടും ഓക്കെ അല്ല, എനിക്കൊന്നും പറയാനും പറ്റാത്തൊരവസ്ഥ. എന്തായാലും ഏട്ടനെ ആ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായത് എന്നെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്, എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുപോവുകയും ഫുഡ് അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് ഏട്ടൻ എന്നെ ഓക്കെ ആക്കാൻ നോക്കിയായിരുന്നു. ഞാൻ ഒട്ടും ഓക്കെ അല്ലാണ്ടായപ്പോൾ വൈനുവിനെയും കൂടി നോക്കേണ്ട ഒരു ഏട്ടന് വന്നു. ഭയങ്കര ടാസ്ക് ചെയ്യുന്നു പെട്ടെന്ന് ഏട്ടൻ അതൊക്കെ. എന്തായാലും ആ സമയം കടന്നുപോയി. പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് ബ്ലീഡിങ് ആയിട്ട് ഹോസ്പിറ്റലായി. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ടെൻഷനായി. കുഴപ്പമൊന്നുമില്ല, വീക്കിലുള്ള ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു, സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും കൺസൾട്ടിങ്ങും ഒക്കെ ആയിട്ട്. അതിന് ശേഷമാണ് വൈനുവിനോട് പറഞ്ഞത്. വൈനു ഡബിൾ ഹാപ്പി ആയിരുന്നു. കാരണം ബേബി വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പം സ്കാനിങ് റിപ്പോർട്ടിൽ ബേബിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഡെയിലി അവനും പിന്നെ ബേബിനെ കണ്ട് വർത്തമാനം പറയണം, ഉമ്മ വയ്ക്കണം, അങ്ങനെയൊക്കെയായി. അത് കാണുമ്പോൾ നമുക്കും ഹാപ്പി. ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു.